നമസ്കാരം. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാന കോൺഗ്രസിൽ അടിയന്തര ശസ്ത്രക്രിയയാണ്. കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം സുനിൽ കനുഗോലുവിന്റെ ശുപാർശ. സംഘടനാ സംവിധാനം തീരെ ദുർബലമെന്നും പുനഃസംഘടന അനിവാര്യമെന്നുമാണ് കനുഗോലുവിന്റെ റിപ്പോർട്ട്. നിലവിലെ സംഘടനാ സംവിധാനവുമായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മൂന്നാം തവണയും തോൽവിയെ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് പറയുന്നത്. 10 DCC പ്രസിഡന്റുമാർ മാറണമെന്നും പുതിയവർ കടന്നു വരണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഡൽഹിയിൽ AICC വിളിച്ചുകൂട്ടിയ സംസ്ഥാനത്തെ നേതാക്കളുടെ യോഗത്തിൽ നേതൃമാറ്റം ചർച്ചയായതേയില്ല. കനുഗോലുവിന്റെ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെക്കുമോ എന്നും വ്യക്തമല്ലെങ്കിലും തിരഞ്ഞെടുപ്പ് മുൻനിർത്തി പാർട്ടിയെ ഊർജ്ജസ്വലമാക്കാൻ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി. ഇന്ന് അവർ UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ KPCC പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും ചർച്ച നടത്തും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേകളും തന്ത്രങ്ങളുമാണ് കനുഗോലു തയ്യാറാക്കിയത്. കേരളത്തിൽ നടത്തിയ ആഭ്യന്തര സർവേക്കിടയിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ലഭിച്ച ചില പേരുകളും ശുപാർശയായി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ K. സുധാകരനെ മാറ്റാത്ത സാഹചര്യത്തിൽ പേരുകൾക്കൊന്നും പ്രസക്തിയില്ല. കോൺഗ്രസ് നേതൃനിലയിൽ സമൂല മാറ്റം വേണമെന്നാണ് കനുഗോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ അനൈക്യം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പുതുതായി വരുന്ന 10 DCC അധ്യക്ഷന്മാർ 50 വയസ്സിൽ താഴെയുള്ളവരായിരിക്കണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ 6 മാസം മുമ്പേ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവരെ വിവരം ധരിപ്പിച്ച് തയ്യാറെടുപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും പരാജയപ്പെടാതിരിക്കാൻ പാർട്ടിയുടെ ദുർബലാവസ്ഥ പരിഹരിക്കാതെ തരമില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുമ്പോഴും K. സുധാകരനും VD സതീശനും തമ്മിൽ നിലനിൽക്കുന്ന അകൽച്ചയും മുഖ്യമന്ത്രി തർക്കവും ശശി തരൂർ MPയുടെ സ്റ്റാർട്ടപ്പ് പ്രശംസയും എല്ലാം കാര്യങ്ങൾ വഷളാക്കി. ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ എല്ലാവരും കൈകോർത്തു പിടിച്ചെങ്കിലും അവിടം കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല എന്നാണ് സൂചന. സംഘടനാ സംവിധാനം കെട്ടുറപ്പുള്ളതാക്കാനും തിരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കാനും ലക്ഷ്യമിട്ടുള്ള ദീപാദാസ് മുൻഷിയുടെ ശ്രമങ്ങൾ എത്ര കണ്ടു ഫലവത്താകുമെന്ന് കണ്ടറിയണം. കർണാടക സ്വദേശിയായ കനുഗോലു BJP, DMK, അണ്ണാ DMK, അകാലിദൾ തുടങ്ങിയ പാർട്ടികൾക്കായി ഇതുവരെ 14 തിരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്തു. കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസിൽ അംഗമെടുത്തത്. ഭാരത് ജോഡോ യാത്രയുടെ പിന്നണിയിൽ സജീവമായിരുന്നു. കർണാടക തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ പങ്കുവഹിച്ചു. തമിഴ്നാട്ടിൽ MK സ്റ്റാലിന്റെ ഇമേജ് ഉയർത്തുന്നതിനിടയാക്കി നമുക്ക് നാമേ ക്യാമ്പയിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രവും സുനിൽ തന്നെയായിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.